Hi guys, welcome back to our channel. ഇപ്പം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ചെറിയൊരു എഡിറ്റിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ഒരു എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ്. ഓക്കെ, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കുഞ്ഞു കാര്യം പറഞ്ഞോളട്ടെ. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നമുക്കത് ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. പേജ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. വിതൗട്ട് വേസ്റ്റിംഗ് ഇൻ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. Ladies and gentlemen, her. ഓക്കെ, അപ്പോൾ നേരെ എഡിറ്റിങ്ങിലോട്ട് പോകാം. ഇതിനുവേണ്ടി ആദ്യം PicsArt ഓപ്പൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് വരേണ്ടതായ പേഴ്സൻ്റെ ആ ഒരു പിക്ക് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ശിവകാർത്തികേൻ്റെ ഒരു പിക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ കട്ടൗട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് മുകളിലുള്ള പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഒരു റെഡ് കളർ വരുന്നതാണ്. ഇനി ടോപ്പിൽ ടിക്ക് ചെയ്യുക. ആ സ്റ്റിക്കർ ഗാലറിയിലോട്ട് സേവ് ചെയ്യുക. ഓക്കെ, ഇനി മെയിൻ എഡിറ്റിങ്ങിലോട്ട് പോകാം. നമുക്കിതിനു വേണ്ടി ഒരു റെട്രോ ഇമേജ് ആവശ്യമുണ്ട്. ഓക്കെ, അതിനുവേണ്ടി ടോപ്പിൽ ആൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് ഇവിടെ കിട്ടുന്നതാണ്. അതിനകത്ത് നിന്ന് ഞാൻ ചൂസ് ചെയ്തേക്കുന്ന ഒരു റെട്രോ ബാക്ക്ഗ്രൗണ്ടാണ്. ഒരുപാട് പാറ്റേൺസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിന് ചൂസ് ചെയ്യുക. ഓക്കെ, ഒരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്തതിന് ശേഷം താഴെയായിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അത് ഈ തേർഡ് ലാസ്റ്റ് ഓപ്ഷനായ ഷേപ്പ് മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അത് ഈ ഫസ്റ്റ് സർക്കിൾ തന്നെയാണ്. അതിൻ്റെ ഒപ്പാസിറ്റി ഒരു 100 ആക്കുക. ഓക്കെ, വേണ്ട സൈസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മുകളിൽ ടിക്ക് കൊടുക്കുക. താഴെ ആഡ് ഇമേജ് കൊടുക്കുക. ജസ്റ്റ് ഇമേജ് ചൂസ് ചെയ്തതിന് ശേഷം ആഡ് കൊടുക്കുക. ഓക്കെ, വേണ്ട സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഏറ്റവും താഴെ ഷേപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ സർക്കിൾ ചൂസ് ചെയ്യുക. വേണ്ട സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ സൈസ് 0 ആക്കുക. ജസ്റ്റ് ടിക്ക് കൊടുക്കുക. ഓക്കെ, ആ സർക്കിൾ വരുന്ന ആ ഒരു ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ബാക്കി വരുന്ന പോർഷൻ നമുക്ക് എറേസ് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഔട്ട് ഓഫ് ബോർഡർ വേണമെങ്കിൽ ജസ്റ്റ് ബോർഡർ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സൈസ് സെലക്ട് ചെയ്യുക. കളർ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി എക്സ്ട്രാ താഴെ വന്നേക്കുന്ന ആ ഒരു പോർഷൻ കളയാൻ വേണ്ടി ടോപ്പിലുള്ള എറൈസർ ടൂൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഷേപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഈ സർക്കിൾ ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തതിന് ശേഷം ആ ഒരു സർക്കിൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇൻവേർട്ട് കൊടുക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ഏകദേശം എഡിറ്റിംഗ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ആ ഡയലോഗ് വരുന്ന പോർഷനും കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിനുവേണ്ടി എല്ലാം ടിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും വെളിയിൽ വന്നിട്ട് അവിടെ കാൾ ഔട്ട് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഈ കിടക്കുന്ന ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. നമുക്കിനി അവിടെ എന്താ ഡയലോഗ് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ കളേഴ്സിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഫില്ലിൻ്റെ ടോപ്പിലുള്ള ഇത്രയും കളേഴ്സ് ഉണ്ട്, അതിലേതെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഫോണ്ട് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ടോപ്പിൽ ടിക്ക് കൊടുക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ എഡിറ്റിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ജസ്റ്റ് സേവ് ഇമേജ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഇതേപോലെയുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. ഞാൻ പറ്റുന്നത്ര ട്യൂട്ടോറിയൽസ് ഇടാൻ ശ്രമിക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം. And thank you guys.